എടവണ്ണയിൽ അനധികൃതമായി വയൽ മണ്ണിട്ട് നികത്തിയത് പൂർവ്വസ്ഥിതിയിലേക്ക് നടപടിയിലായി. പെരകമണ്ണ വില്ലേജ് പരിധിയിൽപ്പെട്ട പാലപ്പെറ്റയിലാണ് സ്വകാര്യ വ്യക്തി ഭൂമി തരം മാറ്റുന്നതിനായി വയലിൽ മണ്ണ് നിക്ഷേപിച്ചിരിക്കുന്നത്. സ്ഥലത്തെ നിർമ്മാണ പ്രവൃത്തിയും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. നെൽവേൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് പെരകമണ്ണ വില്ലേജ് പരിധിയിൽപ്പെട്ട പാലപ്പറ്റയിലെ വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിച്ചത്. അനധികൃതമായി നെൽവയൽ മണ്ണിട്ട് നികത്തി വസ്തുവിൽ കോൺക്രീറ്റ്, ജനൽവാതിൽ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനുള്ള ഷെഡും അനുബന്ധ നിർമ്മിതികളും പെരിന്തൽമണ്ണ സബ് കളക്ടർ, സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തികൾ പൊളിച്ചുമാറ്റി വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകി. എന്നാൽ സ്ഥല ഉടമകൾ ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനും നൽകി. എന്നാൽ പെറ്റീഷൻ പരിഗണിച്ച ഹൈക്കോടതി കളക്ടറുടെ ഉത്തരവ് ശരിവെക്കുകയും കളക്ടറുടെ ഉത്തരവിനെതിരെ ഉടമകൾക്ക് ഗവൺമെന്റിലേക്ക് റിവിഷൻ പെറ്റീഷൻ നൽകാമെന്നും വിധിച്ചു. എന്നാൽ സർക്കാർ സ്ഥലമുടമകളുടെ റിവിഷൻ പെറ്റീഷൻ തള്ളുകയും കളക്ടറുടെ ഉത്തരവ് നിലനിർത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. പെരകമണ്ണ വില്ലേജ് ഓഫീസർ പി ഉമ്മറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് സ്ഥലത്ത് വയൽ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഇവിടെ ഇവര് അനധികൃതമായിട്ട് മണ്ണ് നിക്ഷേപിച്ചിട്ട് അവിടെ കോൺക്രീറ്റ്, ജനല്, വാതിൽ, കെട്ടിട നിർമ്മാണ ഷെഡ് നിർമ്മിച്ചു. അതുപോലെ മറ്റ് അനുബന്ധ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടായിട്ട്. അപ്പോൾ ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ നിർമ്മാണങ്ങൾ പൊളിക്കാൻ വേണ്ടി ഉത്തരവായിരുന്നു. തുടർന്ന് കക്ഷികള് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു. റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതി ഗവൺമെന്റിനോട് പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് തീർപ്പാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് റിവിഷൻ പെറ്റീഷൻ തള്ളിക്കൊണ്ടും ജില്ലാ കളക്ടർ ഉത്തരവ് നിലനിർത്തിക്കൊണ്ട് ഉത്തരവായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കുന്നത്. അത് നിലമായിട്ട് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് 2008 കേരള നെൽവേൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ സെക്ഷൻ 13 വകുപ്പ് പ്രകാരമുള്ള നടപടിയാണ്. പ്രവൃത്തി പ്രദേശത്തെ ജലനിരപ്പിനെയും പാരിസ്ഥിതിക വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമെന്ന കണ്ടെത്തലാണ് ഉടമകൾ സർക്കാരിന് നൽകിയ റിവിഷൻ പെറ്റീഷൻ തള്ളി നടപടികൾ സ്വീകരിക്കാൻ കാരണമായത്. ന്യൂസ് ബ്യൂറോ, എടവണ്ണപ്പാറ.